കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. രചന അവതരണം മിത്രവിന്ദ. രാവിലെ ഉണർന്നതും കാർത്തൂന് ഭയങ്കര സന്തോഷം. ഒരാഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞ് ദേവേട്ടൻ ഇന്ന് ഉച്ചയോടുകൂടി എത്തും. 7 ദിവസങ്ങൾ. അതെങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് തനിക്ക് മാത്രം അറിയൂ. അത്രമേൽ തീവ്രമായിരുന്നു ഈ വിരഹം. പരസ്പരം ഇരുവരും അറിയുകയായിരുന്നു തങ്ങളുടെ ഉള്ളിൽ എത്രത്തോളമുണ്ട് സ്നേഹത്തിൻ്റെ ആഴമെന്നുള്ളത്. അവൾ അടുക്കളയിലെത്തിയപ്പോൾ കണ്ടു ചായ എടുക്കുന്ന ദേവമ്മയെ. ആഹാ, ഇന്നെൻ്റെ കുട്ടിയാകെ സന്തോഷത്തിലാണല്ലോ. എന്താണാവോ കാരണം? പുഞ്ചിരിയോടുകൂടി തൻ്റെ നേർക്ക് വരുന്നവളെ കണ്ടതും അവരാരോടുന്നല്ലാതെ പറഞ്ഞു. മറുപടിയായി അവരുടെ കവിളത്ത് ഒന്ന് അമർത്തി ചുംബിച്ച് കാർത്തുമ്പി. ആദ്യത്തെ 2-3 ദിവസങ്ങൾ ലക്ഷ്മി ആൻ്റിയും മേനോനെങ്കിലും വന്ന് അവർക്ക് കൂട്ടുകിടക്കുമായിരുന്നു. ധരൻ പറഞ്ഞതിൻ പ്രകാരമായിരുന്നത്. പിന്നീട് കാർത്തുവും അമ്മയും കൂടി അവരോട് ഇങ്ങനെ കഷ്ടപ്പെട്ടു വരേണ്ടെന്നും തങ്ങൾ ഒറ്റയ്ക്ക് കിടന്നോളാം, അടുത്തൊക്കെ ആളുകളുണ്ടല്ലോ എന്നും ഒക്കെ പറഞ്ഞ് അവരെ സ്നേഹപൂർവ്വം വിലക്കി. ദേവൻ എപ്പോഴാണ് മോളെ എത്തുന്നത്? സമയം പറഞ്ഞോ? വൈകിട്ടാവുമെന്നാണ് ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞേ. രാത്രിയാകും മുന്നേ എത്തിയാൽ മതിയായിരുന്നു. അവൾക്കുള്ള ചായ എടുത്ത് കപ്പിലേക്ക് ഒഴിക്കുകയാണ് ദേവമ്മ. അതെ അമ്മേ, ഞാൻ വിളിക്കുമ്പോൾ ഒന്നുകൂടി ചോദിക്കുക ഏട്ടനോട്. ചായ മുത്തി കുടിച്ചുകൊണ്ട് കാലുകൾ രണ്ടും ചമ്രം പടിഞ്ഞുകൊണ്ട് കസേരയിൽ കയറി ഇരിക്കുകയാണവൾ. ദേവേട്ടൻ ചെറുപ്പത്തിലെ പാവായിരുന്നോ അമ്മേ? അതോ വാശിയും കുറുമ്പും ഉണ്ടായിരുന്നോ? ഏയ്, ഒന്നുമില്ല കുട്ടി. എൻ്റെ മോൻ വളരെ പാവായിരുന്നു. എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ്റെ അച്ഛനോടായിരുന്നു കൂടുതൽ അടുപ്പം. ജോലിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വരുമ്പോൾ കയ്യിലൊരു പൊതി കാണും. അതൊന്നും മേടിക്കാനല്ല അവന് തിടുക്കം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെയും കൂടി ഒരു സവാരിക്ക് ഇറങ്ങണം. അമ്പലത്തിലേക്കോ വായനശാലയിലേക്കോ, അതുമല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന മൈതാനമോ, അങ്ങനെ എവിടേക്കെങ്കിലും. കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇളം റോസ് നിറമുള്ള ഒരു ബനിയനുണ്ടായിരുന്നു ദേവന്. ഏറെ പ്രിയപ്പെട്ടതാണ്. അവൻ്റെ പിറന്നാളിന് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അതും ഇട്ടുകൊണ്ടാണ് മോളെ എന്നും അവൻ്റെ സവാരി. എല്ലാത്തിനും ദേവന് അവൻ്റെ അച്ഛൻ മതിയായിരുന്നേ. അവർ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുക്കുകയാണ്. അവൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടമായ ദിവസം ഓർക്കാൻ പോലും വയ്യ. ഞാനും എൻ്റെ ദേവനും ഈ ലോകത്ത് തനിച്ചായി പോയില്ലേ. പറക്കമുറ്റാത്ത എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് ഞാനിരുന്ന് പൊട്ടിക്കരയും. അപ്പോഴൊക്കെ ദേവൻ വന്ന് എൻ്റെ കണ്ണീര് തുടച്ചു മാറ്റും. അമ്മി കരയുണ്ടെന്ന് പറയും. അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, ഉടനെ തന്നെ അച്ഛൻ തിരിച്ചു വരും, നമ്മളെയും കൂട്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകും എന്നൊക്കെ അവൻ പറയും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെയൊക്കെ പറയുന്നത്. അത് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറി. കാർത്തു എഴുന്നേറ്റ് ചെന്ന് ദേവമ്മയുടെ തോളി പിടിച്ചു. സാരല്ലമ്മേ, പോട്ടെ. അവരൊന്ന് നെടുവീർപ്പെട്ടു. തിരികെ നമ്മുടെ തറവാട്ടിൽ വന്ന ശേഷം എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി ദ്രോഹിച്ചു. എൻ്റെ സ്വത്തും മുതലും എല്ലാം ആൺകുട്ടിയായ അവനല്ലേ അവകാശമുള്ളത്. അതിനുവേണ്ടിയാണ് പിന്നീടത്തെ കളികൾ. ഇത്തിരി പോന്ന് എൻ്റെ കുഞ്ഞിനെ തല്ലിച്ചതച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു മാറ്റി. അപ്പോഴേക്കും നിൻ്റെ അച്ഛൻ എന്നെ പിടിച്ചുകൊണ്ടുപോയി കുളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി. അവരത് പറഞ്ഞത് കേട്ട് കാർത്തു ഞെട്ടിപ്പോയി. അച്ഛനോ? അവർ ചുണ്ടനക്കി. ബാല്യക്കാരി ജാനു കണ്ടതുകൊണ്ട് ഞാനിന്നും ജീവനോടെ നിൽക്കുന്നു മോളെ. ഈശ്വരാ, ഇവരൊക്കെ എന്നോടും എൻ്റെ പൊന്നുമോനോടും ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ അതൊന്നും നിന്നോട് പറയാൻ പോലും എനിക്ക് പറ്റില്ല മോളെ. അത്രയ്ക്ക് നീചന്മാരായിരുന്നു നിൻ്റെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ. അവർ ശ്വാസമൊന്ന് എടുത്തു വലിച്ചു. എൻ്റെ ദേവേട്ടനിട്ട് എന്തുമാത്രം ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു കണക്കും ഇല്ലല്ലോ. ആ ചെറിയ പ്രായത്തിൽ, അതും കളിച്ച് നടക്കേണ്ട സമയത്ത്. എൻ്റെ കുഞ്ഞ് ഇവരെ പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. ഞാൻ വിളിച്ചാൽ പോലും ഇറങ്ങി വരില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴുണ്ട് കിഴക്കേ പറമ്പിൽ ഒരു കച്ചിക്കൂന. അവിടെ ഒളിച്ചിരുന്ന് ഉറങ്ങിപ്പോയിരിക്കുന്ന എൻ്റെ കുട്ടി. ഞാൻ ഓടിച്ചെന്ന് വിളിച്ച് അവനെ പൊക്കി എടുത്തുകൊണ്ട് വന്നു.
അവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ. രാജകുമാരനായിരുന്നവൻ, ഞങ്ങളുടെ ഇരുവരുടെയും. എൻ്റെ ദേവനെ കൂടി നഷ്ടമായപ്പോൾ ഞാൻ അനുഭവിച്ച പ്രാണസങ്കടം എൻ്റെ മോളെ എനിക്ക് ഓർക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാതെ, അവൻ എവിടെയാണെന്നറിയാതെ, അവൻ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എനിക്കെൻ്റെ നെഞ്ചു പൊട്ടുമായിരുന്നു. എവിടെയെങ്കിലും എൻ്റെ പൊന്നുമോൻ ജീവനോടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പനാ ഒടുവിൽ എൻ്റെ ദേവനെ എന്നെ കൂട്ടി യോജിപ്പിച്ചത്. ദേവമ്മ കരയാൻ തുടങ്ങിയതും അവൾ വല്ലാതായി. അമ്മേ, ഇങ്ങനെ കരയല്ലേ. ഏട്ടനെ അമ്മയ്ക്ക് ഭഗവാൻ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? അവൾ ഒരുപാട് ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവരുടെ മിഴികൾ പെയ്തുകൊണ്ടേയിരുന്നു. ഓർമ്മകളൊരു കൂമ്പാരം പോലെ അവരുടെ മനസ്സിനെ മൂടുകയായിരുന്നു. കുറേയേറെ നേരമെടുത്തു ദേവമ്മയ്ക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരുവാനായി. അടുത്ത വീട്ടിലെ ഗീത ചേച്ചിയും മോനും എത്തിയപ്പോഴാണ് ഇത്തിരി ആശ്വാസം അവർക്ക് തോന്നിയത്. കാർത്തുവാണ് അന്ന് വീട്ടുജോലി മുഴുവൻ ചെയ്തത്. ദേവന് ഇഷ്ടമുള്ളതൊക്കെയായിരുന്നു അന്നത്തെ വിഭവങ്ങൾ. ലക്ഷ്മി ആൻ്റിയോട് ചോദിച്ചുകൊണ്ടാണ് അവളെല്ലാം മനസ്സിലാക്കിയെടുത്തത്. ഉള്ളി തീയലും വൻപയർ ഉലർത്തിയതും കൂർക്ക മസാലയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു അവൾ. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ശേഷം ലക്ഷ്മി ആൻ്റിയും മേനോനങ്ങളും കൂടി എത്തിച്ചേർന്നു. ധരൻ പറഞ്ഞതിൻ പ്രകാരമാണ് അവരിരുവരും എത്തിയത്. എല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. എങ്കിലും കാർത്തുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കെല്ലാം വാതിൽക്കലേക്ക് നീളും. എൻ്റെ കുട്ടിയെ 7 മണി കഴിയും അവൻ എത്തുമ്പോൾ, അങ്ങനല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുന്നേ? ദേവമ്മ പറയുന്ന കേട്ടുകൊണ്ട് അവൾ ചുണ്ട് കൂർപ്പിച്ചു. വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞവൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇത്തിരി കൺമഷിയൊക്കെ എടുത്ത് അവൾ കണ്ണൊന്നെഴുതി. ഒരു ചെറിയ പൊട്ടും എടുത്തൊട്ടിച്ചു. നെറുകയിൽ സിന്ദൂരം അണിഞ്ഞപ്പോൾ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം പോലെ. മുടിയൊന്ന് അഴിച്ചു തോർത്തിക്കൊണ്ടവൾ കുളിപ്പിന്നൽ പിന്നെ ഇട്ടു. കണ്ണാടിയിലേക്ക് പ്രതിബിംബത്തിൽ നോക്കിയപ്പോൾ തൻ്റെ കവിളുകൾക്ക് ഒരു അരുണശോഭ വന്നതുപോലെ. ഒപ്പം ദേവമ്മ പറഞ്ഞൊരു വാചകം, വൈകാതെ എനിക്ക് ഒരു ഉണ്ണിയെ തരണേ മോളെ. എൻ്റെ ദേവൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് തിടുക്കായിട്ടോ. ഓർത്തപ്പോൾ ചുണ്ടിൽ മുട്ടിട്ട ഒരു പുഞ്ചിരി. അത് മറ്റാർക്കും വേണ്ടി ഉള്ളതായിരുന്നില്ല, തൻ്റെ ദേവേട്ടന് വേണ്ടി മാത്രമായിരുന്നു. 10 മണി രാത്രിയായിട്ടും ധരൻ എത്തിയില്ല. കാർത്തൂന് സങ്കടം വന്നിട്ട് വയ്യ. എത്ര നേരമായുള്ള കാത്തിരിപ്പാണ്. അവൾ ഫോണെടുത്ത് ഒന്നുകൂടെ അവൻ്റെ നമ്പറിൽ വിളിച്ചു. 3-4 തവണ ബെല്ലടിച്ച ശേഷം അവൻ ഫോൺ എടുത്തതായി അവൾ അറിഞ്ഞു. ഹലോ ദേവേട്ടാ, എവിടെ വരായി? അല്പം പരിഭവത്തോടെ അവൾ ചോദിച്ചു. ആ കാർത്തു, ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നീ കിടന്നോ കേട്ടോ. ഞാൻ ചിലപ്പോൾ നാളെ കാലത്തേ എത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട് ഡെന്നീസ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ഒരുപാടായി ഞങ്ങളൊന്ന് കൂടിയിട്ട്. അവൻ്റെ ആവേശത്തിലുള്ള സംസാരം കേട്ടതും കാർത്തൂന് സങ്കടമായി. കാർത്തു, ഞാൻ നാളെ വന്നാൽ മതിയോടാ? മതി ദേവേട്ട, ഞാൻ വയ്ക്കുക. കരച്ചിലടക്കാൻ പാടുപെട്ട് അത്രമാത്രം പറഞ്ഞ ശേഷം അവൾ ഫോൺ വെച്ചു. അമ്മയും ലക്ഷ്മി ആൻറ്റിയും കൂടെ ഹോളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ അവിടേക്ക് ചെന്നു. അമ്മേ, ദേവേട്ടൻ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മളോട് കിടന്നോളാൻ പറഞ്ഞു കേട്ടോ. ഓ, അതേതാ മോളെ അവൻ്റെ ഫ്രണ്ട്? അത് ഒരു ഡെന്നീസ്, അങ്ങനെയെന്തോണ് പേര് പറഞ്ഞത്. ആ ശരിയാ ദേവമ്മേ, അവൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാ ഡെന്നീസ്. പണ്ട് പാലക്കാടായിരുന്നപ്പോഴേ ഈ പയ്യൻ അവിടെ വന്നിട്ടുണ്ട്. ഒരു പാവം കൊച്ചനാ, ഞങ്ങൾക്കൊക്കെ അറിയാം അവനെ. ആ എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. അതെ അതെ, ലക്ഷ്മി ആൻറ്റിയും അത് ശരിവെച്ചു. നേരം 10 മണി കഴിഞ്ഞു. എന്നാൽ നമുക്ക് കിടന്നാലോ? ദേവമ്മയാണെങ്കിൽ ഒരു കോട്ടുവായി ഇട്ടുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ പിന്നെ കിടന്നേക്കാം. ദേവൻ നാളെയല്ലേ വരൂ. മോളെ കാർത്തു, നീയും പോയി കിടന്നോളൂ, വെറുതെ ഉറക്കം വെടിയണ്ട. ലക്ഷ്മി ആൻറ്റി ഇത് പറഞ്ഞപ്പോൾ അവരോടൊരു മറുപടി പോലും പറയാതെ കൊണ്ട് കാർത്തു അകത്തേക്ക് പിൻവലിഞ്ഞു. മോളെ, നീ ഡോറ് ലോക്ക് ചെയ്യണ്ട. ഇനി ചിലപ്പോഴെങ്ങാനും ദേവൻ എത്തിയാലോ? ലക്ഷ്മി ആൻറ്റി വിളിച്ചു പറഞ്ഞത് കേട്ടുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ഡോറിന് ചാരി ബെഡിലേക്ക് വീണതും പാവം കരഞ്ഞുപോയി. ഇത്ര ദിവസം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് താൻ ഈ റൂമിൽ കഴിഞ്ഞത്. എന്നിട്ട് ഒടുക്കം ഏതോ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ തന്നെ മറന്നു. അത്രയുള്ളപ്പോൾ തന്നോടുള്ള സ്നേഹം. ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാം. എന്തൊക്കെയായിരുന്നു വിളിക്കുമ്പോൾ പറയുന്നത്? എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കണ്ടാൽ മതി, നിന്റെ അടുത്തേക്ക് ഓടി വരാൻ തോന്നുവാ പെണ്ണെ. പിന്നെ
ഇനിയും പല വിചാരങ്ങൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് കാർത്തു അങ്ങനെ കിടന്നു. ആ കിടപ്പ് കിടന്നവൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. തൻ്റെ ദേഹത്തേക്ക് ആരോ അമരുന്നത് പോലെ ആരുടെയോ കൈകൾ തൻ്റെ കൈത്തണ്ടയിൽ എന്തോ പരതുന്നു. തോന്നലാണോ? അലറിക്കൊണ്ട് ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും അവളുടെ വായ മൂടിയ ശേഷം അയാൾ അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു. അവൾക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അടങ്ങി കിടക്കടി കാന്താരി, ഇങ്ങനെ കിടന്ന് കുതറിയാൽ എനിക്കല്പം പാടുപെടേണ്ടി വരുമല്ലോ. ധരൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളൊരൊറ്റ കരച്ചിലായിരുന്നു. ദേവേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കെ കരയുന്നവളെ കണ്ടതും ധരൻ ഞെട്ടിപ്പോയി. കാർത്തു, എന്താടാ പറ്റിയേ? നീ എന്തിനാ കരയുന്നത്? ചോദിച്ചുകൊണ്ടവൻ റൂമിലെ ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. അരണ്ട വെളിച്ചത്തിൽ തൻ്റെ പെണ്ണിൻ്റെ മുഖം അവൻ തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തു. എന്താടാ, വിഷമായോ? ഞാനൊരു സർപ്രൈസ് തന്നതല്ലേ? ചേ, അതിങ്ങനെ കുളമാക്കിയല്ലോ കാർത്തുവേ. ഒരു പുഞ്ചിരിയോട് കൂടി ധരൻ അവളോട് ചോദിച്ചു. മറുപടിയായി അവൻ്റെ നെഞ്ചിലേക്ക് വീണു പോയിരുന്നു കാർത്തു. ദേവേട്ട, സത്യമായിട്ടും എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് മനസ്സിന് വല്ലാത്ത നീറ്റൽ. സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. വിതുമ്പിക്കൊണ്ട് പറയുന്നവളെ അവൻ അല്പം കൂടി തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മൂർത്താവിൽ ചുണ്ടുകൾ അമർത്തി. പോട്ടടി, സാരില്ലെന്ന്. ഞാനിങ്ങി വന്നില്ലേ. പിന്നെ ഉടനെ ഒന്നും ഞാനിനി ഒരു മീറ്റിങ്ങിനും പോകുന്നില്ല, അതുപോരെ. എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും അവളുടെ സങ്കടം മാറിയിരുന്നില്ല. കാർത്തു, കരയാതടാ. ഞാനിനി നിന്നെ വിട്ട് ഒരിടത്തും പോകില്ല, അതുപോരെ. സത്യാണോ? അതെ പെണ്ണേ, വാക്കുമാറ്റല്ലേ. ഇല്ലെന്നേ, അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു. എന്നാലേ ഒന്ന് എഴുന്നേറ്റ് മാറിക്കേ, എന്നിട്ട് പോയി എനിക്ക് നല്ലൊരു അസല് കോഫി ഉണ്ടാക്കിക്കൊണ്ടുവാ, അവൻ പറഞ്ഞു. പക്ഷെ പെണ്ണിനാണെങ്കിൽ യാതൊരു കുരുക്കവുമില്ല. അവളൊരു ഇത്തിൽ കണ്ണി കണക്കെ അവനോട് ഒട്ടിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എടി കാർത്തു, നേരം 1 മണിയായി. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ നമുക്ക്? കുറച്ചു കഴിഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ കാർത്തു അതേ ഇരിപ്പ് തുടർന്നു. ഒടുവിൽ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ധരൻ അവളെ തന്നിൽ നിന്നും വേർപ്പെടുത്തി. ഞാനൊന്ന് കുളിക്കട്ടെ, അപ്പോഴേക്കും നീ കോഫി എടുത്തു വയ്ക്ക്. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് അവൻ തൻ്റെ ഇരു കൈകളും വലിച്ചു കുടഞ്ഞു. ഡി, നീ ഇതേത് ലോകത്താ പെണ്ണെ? ചുണ്ട് കൂർപ്പിച്ചുകൊണ്ടുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ധരൻ ചോദിച്ചു പോയി. പക്ഷെ അവനോടൊന്നും പറയാതെ കൊണ്ട് അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. എന്തൊരു മനുഷ്യനാ! താൻ കരുതിയത് തന്നെ കാണുമ്പോൾ ആഞ്ഞു പുണർന്നുകൊണ്ട് 1000 ചുംബനങ്ങൾ ഒന്നിച്ച് നൽകുമെന്നൊക്കെയാ. ഇതാണെങ്കിലോ പേരിന് പോലും ഒരു മുത്തം തന്നില്ല. അൺറൊമാൻറ്റിക് മൂരാച്ചി. പിറുപിറുത്തുകൊണ്ടവൾ പാലെടുത്ത് പൊട്ടിച്ചൊഴിച്ചു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു! ഓടി വന്ന് വാരി പുണരുന്നതും ഫ്രഞ്ച് കിസും ലിപ് ലോക്കും. ഒടുക്കം ധരൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കാർത്തോവനുള്ള കോഫിയുമായിട്ട് വന്നിരുന്നു. അമ്മയും ലക്ഷ്മിയമ്മയും ഒക്കെ നല്ല ഉറക്കമാണ്. അല്ലേ കാർത്തു? അല്ലാതെ പിന്നെ ഈ പാതിരാത്രിയിൽ എന്തോ ചെയ്യാനാ? അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ധരൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താടി പെട്ടെന്ന് നിനക്കൊരു ഭാവമാറ്റം? നനഞ്ഞ മുടിയൊക്കെ ഒന്ന് കൈകൊണ്ട് മാടി ഒതുക്കി അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്കൊരു മാറ്റവുമില്ല. ദയവട്ടെ ലൈറ്റ് ഓഫ് ചെയ്യുക. കിടക്കണ്ടേ, എനിക്ക് ഉറക്കം വരുന്നു. ആ, എന്നാ നീ കിടന്നോ കാർത്തു. ഞാനൊരു ഇത്തിരി നേരം കൂടി കഴിഞ്ഞിട്ടേ ഉറങ്ങുന്നുള്ളൂ. കുറച്ച് പരിപാടിയുണ്ട്. അതൊക്കെ ഇയാളുടെ സൗകര്യം പോലെ അയക്കൂ. ഞാൻ കിടക്കാൻ പോവാ. അവൾ ചുവരിനോട് അഭിമുഖമായി ഒരു വശം ചെരിഞ്ഞു കിടന്നു. തുടരും. വായിച്ചിട്ട് റിവ്യൂ ചെയ്യണേ. ഇന്നലെ ബിസിയായിരുന്നു കേട്ടോ. ചിലന്തി കടിച്ചതുകൊണ്ടേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണേ. അപ്പോഴേകദേശം കാര്യങ്ങൾ അറിയാമല്ലോ. പിന്നെ കർക്കിടകം കൂടി ആയതുകൊണ്ടേ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം നീണ്ടുപോയി. കാരണം ഈ വിഷമുള്ള സമയമാണല്ലോ. മിക്കവാറും എല്ലാ ജീവികൾക്കും, ഈ ക്ഷുദ്രജീവികൾക്കൊക്കെ വിഷം കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് വിഷം തീണ്ടിയത് കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ. എന്നെ കുറേ പേര് തിരക്കി. എല്ലാവരോടും താങ്ക്സ് കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ കാണണേ.